ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ കഥാദിനം 16. ഇന്നത്തെ വിഷയം ശ്രീരാമന്റെ സീതാന്വേഷണം, ജടായുവിന് മോക്ഷം, കബന്ധവധം, ശബരിയുടെ മുക്തി. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ രാവണൻ മായാമാനിന്റെ സഹായത്തോടെ സീതാദേവിയെ അപഹരിച്ചതും ധർമ്മ സംരക്ഷണത്തിനായി ജടായു ജീവൻ പണയം വെച്ച് പൊരുതിയതും നാം കേട്ടു. ഇന്ന് സീതാന്വേഷണത്തിന്റെ ആരംഭവും ജടായുവിന്റെ മഹാഭക്തിയും ശബരിയുടെ അപൂർവ ഭക്തിയും കേൾക്കാം. മാരീചനെ വധിച്ച് ശ്രീരാമൻ പർണശാലയിലേക്ക് മടങ്ങുകയായിരുന്നു. വഴിയിൽ ലക്ഷ്മണനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ലക്ഷ്മണ, സീതയെ തനിച്ചാക്കി നീ എന്തിനാണ് വന്നത്? ലക്ഷ്മണൻ നടന്നതെല്ലാം വിവരിച്ചു. ഇരുവരും വേഗത്തിൽ പർണശാലയിലെത്തി. എന്നാൽ അവിടെ സീതയെ കണ്ടില്ല. ശ്രീരാമൻ വേദനയുടെ വനത്തിലെ ഓരോ മരത്തോടും നദിയോടും മൃഗങ്ങളോടും ചോദിച്ചു, എന്റെ സീതയെ ആരെങ്കിലും കണ്ടുവോ? ഈ ദൃശ്യം ഭഗവാന്റെ മനുഷ്യലീലയുടെ ആഴം കാണിക്കുന്നു. ലോകത്തിലെ ഓരോ ജീവിയുടെയും ദുഃഖം തൻ്റെതായി അനുഭവിക്കുന്ന പരമകാരുണികനാണ് ശ്രീരാമൻ. സീതയെ അന്വേഷിച്ചു കൊണ്ടിരിക്കെ ചിറകുകൾ മുറിഞ്ഞ് നിലത്ത് കിടക്കുന്ന ജടായുവിനെ അവർ കണ്ടു. ആദ്യം ശ്രീരാമന് സംശയം തോന്നി. പിന്നീട് ജടായു പതുക്കെ കണ്ണു തുറന്നു പറഞ്ഞു, പ്രഭോ, രാവണൻ സീതയെ തെക്കോട്ട് കൊണ്ടുപോയി. ഞാൻ അവനെ തടയാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല. ജടായുവിന്റെ കണ്ണുകളിൽ ദുഃഖമല്ല, ശ്രീരാമനെ കണ്ട സന്തോഷമായിരുന്നു. ശ്രീരാമൻ ജടായുവിന്റെ തല മടിയിൽ വെച്ച് സ്നേഹത്തോടെ തഴുകി. ജടായുവേ, നീ എന്റെ പിതാവിന്റെ സുഹൃത്ത് മാത്രമല്ല, എനിക്ക് പിതൃതുല്യനാണ്. ശ്രീരാമനാമം കേട്ടുകൊണ്ട് ജടായു പ്രാണൻ വിട്ടു. ശ്രീരാമൻ സ്വന്തം കൈകൊണ്ട് ജടായുവിന്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. ഇത് രാമായണത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ സംഭവങ്ങളിൽ ഒന്നാണ്. ഒരു പക്ഷിക്ക് പരമാത്മാവ് സ്വയം അന്ത്യകർമ്മം നിർവഹിച്ചത് ഭക്തിക്ക് ജാതിയോ രൂപമോ സ്ഥാനമോ ഇല്ല എന്ന സത്യം ലോകത്തെ പഠിപ്പിക്കുന്നു. ജടായുവിന് പരമഗതി ലഭിച്ചു. സീതാന്വേഷണം തുടരുമ്പോൾ അവര് ഭയങ്കര രൂപമുള്ള കബന്ധൻ എന്ന ഒരു രാക്ഷസനെ കണ്ടു. വലിയ വായും നീണ്ട കൈകളും മാത്രമുള്ള വിചിത്ര രൂപമായിരുന്നു അവന്. അവൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും പിടിക്കാൻ ശ്രമിച്ചു. ഇരുവരും അവന്റെ കൈകൾ മുറിച്ച് അവനെ വധിച്ചു. ശാപമുക്തനായ കബന്ധൻ ദിവ്യരൂപം പ്രാപിച്ചു പറഞ്ഞു, പ്രഭോ, ഋഷ്യമൂക പർവ്വതത്തിൽ കഴിയുന്ന സുഗ്രീവനെ കാണുക, അവൻ നിങ്ങളെ സഹായിക്കും. ഇങ്ങനെ സീതാന്വേഷണത്തിന് പുതിയൊരു വഴി തുറന്നു. കബന്ധന്റെ ഉപദേശപ്രകാരം അവർ മതംഗ മഹർഷിയുടെ ശിഷ്യയായ ശബരിയുടെ ആശ്രമത്തിലെത്തി. വർഷങ്ങളായി ശബരി തന്റെ ഗുരുവിന്റെ വാക്കനുസരിച്ച് ശ്രീരാമനെ കാത്തിരിക്കുകയായിരുന്നു. ശ്രീരാമനെ കണ്ട നിമിഷം അവൾ ആനന്ദാശ്രു പൊഴിച്ചു. കാട്ടിൽ നിന്ന് ശേഖരിച്ച പഴങ്ങൾ ഓരോന്നും രുചിച്ചു നോക്കി. മധുരമുള്ളവ മാത്രം ശ്രീരാമന് നൽകി. പുറമെ നോക്കുമ്പോൾ അത് ആചാരവിരുദ്ധമായി തോന്നാം, പക്ഷേ ശ്രീരാമൻ ആ പഴങ്ങൾ അതിയായ സന്തോഷത്തോടെ സ്വീകരിച്ചു. കാരണം അദ്ദേഹം പഴത്തിന്റെ രുചിയല്ല, ശബരിയുടെ ഹൃദയത്തിലെ ഭക്തിയാണ് കണ്ടത്. ശബരി പറഞ്ഞു, പ്രഭോ, ഇന്നെന്റെ ജീവിതം ധന്യമായി. ശ്രീരാമന്റെ അനുഗ്രഹത്തോടെ ശബരിക്ക് മോക്ഷം ലഭിച്ചു. ഇന്നത്തെ കഥ രണ്ട് മഹത്തായ ഭക്തരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഒന്ന് ജടായു, ജീവൻ കൊണ്ട് ധർമ്മത്തെ സംരക്ഷിച്ച ഭക്തൻ. ശബരി, സ്നേഹവും കാത്തിരിപ്പും കൊണ്ട് ഭഗവാനെ നേടിയ ഭക്ത. ദൈവം നോക്കുന്നത് നമ്മുടെ സമ്പത്തോ വിദ്യാഭ്യാസമോ അല്ല, നിർമ്മലമായ സ്നേഹവും അചഞ്ചലമായ ഭക്തിയുമാണ് ദൈവത്തിന് ഏറ്റവും പ്രിയം. ഹേ ശ്രീരാമ, ജടായുവിന്റെ ധൈര്യവും ശബരിയുടെ അചഞ്ചല ഭക്തിയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വളർത്തണമേ.
നിന്റെ നാമസ്മരണയിൽ ഉറച്ചു നിൽക്കാനും എല്ലാ ജീവജാലങ്ങളിലും നിന്നെ കാണാനുമുള്ള അനുഗ്രഹം നൽകണമേ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഹനുമാനുമായുള്ള ആദ്യ സംഗമം, സുഗ്രീവ സൗഹൃദം, അഗ്നിസാക്ഷിയായി സൗഹൃദ പ്രതിജ്ഞ നമുക്ക് നാളെ കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.